പല കുട്ടികൾക്കും അറിയാത്തൊരു സംഭവമാണ് ഈ കാപ്പി എന്ന് പറയുന്ന പൊടി. തേയില എന്ന് പറഞ്ഞവർ കേട്ടിട്ടുണ്ട്. തേയില എന്ന് പറയുന്ന ചില ഭാഗങ്ങളിൽ നിർമ്മിച്ചെടുക്കുന്ന തേയില, അതിൻ്റെ കുന്തുനുള്ളി അത് പൊടിച്ചെടുക്കുന്നതാണ്. പക്ഷേ കാപ്പി പല വീടുകളിലും നട്ടു വളർത്തിയിരുന്നിടത്ത് മുഴുവൻ അത് വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ നമ്മുടെ അടുത്ത സ്ഥലങ്ങളിൽ പലയിടത്തുമില്ല. ഉള്ള സ്ഥലങ്ങളുണ്ട്, പക്ഷേ മിക്കവാറും ഏരിയകളിൽ ഇത് നട്ടു വളർത്തുന്നില്ല. വലിയ ലാഭമില്ല എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം നട്ടു വളർത്താത്തത്. പക്ഷേ നമ്മൾ നട്ടു വളർത്തി ഇതുപോലെയുള്ള കാപ്പിക്കുരുകൾ, കാപ്പി പഴങ്ങൾ പറിച്ചെടുത്ത് ഉണക്കി നമ്മൾ അതിൻ്റെ പൊടിയെടുത്ത് ഉപയോഗിച്ച് ഒരു കെമിക്കലുമില്ലാതെ നല്ല ശുദ്ധമായ കാപ്പി കുടിച്ച് നമ്മുടെ ആയുസ് കുറച്ചുകൂടി നീട്ടുവാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുതൊരിക്കലും. ഇതാണ് കാപ്പിക്കുരു, ഇതാണ് നമ്മുടെ കാപ്പിക്കുരു. ഇതിപ്പോൾ കാലാവസ്ഥ എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ കായ്ക്കത്തില്ല. കായ്ക്കുന്ന ചില കാലാവസ്ഥയിൽ ഇത് നിറച്ച് കുലകുത്തി ഇഷ്ടം പോലെ കായ്ച്ചു വരും. കാപ്പിമരം എല്ലാ പ്രാവശ്യവും ഒരുപോലെ കായ്ച്ചു വരണമെന്നില്ല. അതേസമയം നല്ല തണുപ്പുള്ള കാലാവസ്ഥയുള്ള ഭാഗങ്ങളിൽ അടുപ്പിച്ച്, അതായത് കൂടെ 2-3 മാസം കൂടുമ്പോൾ അവിടെ ഈ കായ ഉൽപ്പാദനം കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശം തെക്കൻ കേരളത്തിലൊക്കെ കൂടുതലായിട്ട് കിട്ടത്തില്ല. 1-2 പ്രാവശ്യമൊക്കെ മാത്രമേ നമുക്ക് ഇതിൻ്റെ കായ്ഫലങ്ങൾ കിട്ടുകയുള്ളൂ. ഇത് വളരെ ഗുണപ്രദമായ ഒരു സംഭവമാണ്, നമുക്ക് പ്രയോജനമുള്ളൊരു സാധനമാണ്. നമ്മുടെ മുറ്റത്തും ഒരു മൂടെങ്കിലും നട്ടു വളർത്തുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിൽ നിന്ന് 2-3 കിലോ കാപ്പിക്കുരു നമ്മൾ ശേഖരിച്ച് അത് കൊണ്ടുപോയി അതിൻ്റെ തോട് ഉണക്കി കളഞ്ഞിട്ട് അതിൻ്റെ പരിപ്പെടുത്തിട്ട് അതിനെ ചൂടാക്കി, അതിനെ വറുത്ത് വേണം നമ്മൾ പൊടിക്കാൻ കൊടുക്കാൻ. അതിനെ ചൂടാക്കി പൊടിക്കണം. പൊടിപ്പ് മില്ലുകളിൽ അവിടെ വറുത്ത് പൊടിക്കുന്ന സംവിധാനമുണ്ട്. അവിടെ കൊടുത്താൽ നമുക്ക് വറുത്ത് പൊടിച്ച് നല്ല ഒന്നാന്തരം കാപ്പിപ്പൊടി നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ ഒരല്പം ഉലുവായും ഒക്കെ ചേർത്ത് പൊടിച്ച് തന്നു കഴിഞ്ഞാൽ നല്ല രുചിയാണതിന്. ഇതിൻ്റെ പൂക്കൾ നല്ല വെള്ള കളറാണ്. അധികം മണമില്ലെങ്കിലും അത്യാവശ്യ ഗന്ധം അതിനുണ്ട്. നല്ല വെള്ളപ്പൂ ഇങ്ങനെ നിരന്ന്, ചെറിയ കനം കുറഞ്ഞ പൂക്കൾ നിരന്നു നിൽക്കുന്നത് കാണാൻ വളരെ രസകരമായൊരു കാഴ്ച തന്നെയാണ്. അതോടൊപ്പം ഇത് പഴുത്തങ്ങോട്ട് നിൽക്കുമ്പോൾ, ഈ കായകൾ കഴുത്തങ്ങോട്ട് നിൽക്കുമ്പോൾ ഒരുമിച്ച് ആ ചുവന്ന കളർ കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിന് വളരെ സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. മറ്റൊരു പ്രയോജനം ഉണ്ടായിരുന്നു. അടി കിട്ടാൻ വളരെ മനോഹരമായ ഒരു സാധനമായത്. എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ സ്കൂളിൽ, അതായത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിലെ അധ്യാപകൻ, അതായത് ക്ലാസ് ടീച്ചർ പറഞ്ഞു വിടും, നാളെ വരുമ്പോൾ ഒരു വടി വെട്ടിക്കൊണ്ട് വരണമെന്ന്. ആ വടിക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കാപ്പിയുടെ കമ്പാണ്. നേരെയുള്ള കമ്പാണല്ലോ. കാപ്പിയുടെ കമ്പ് ഒരെണ്ണം വെട്ടിക്കൊണ്ട് പോകും. ഈ കാപ്പിയുടെ കമ്പ് വെട്ടിക്കൊണ്ട് കൊടുത്താൽ, ഇത് അടിച്ചാൽ വൈകുന്നത് വരെ സാർ അടിച്ചാലും ഈ കമ്പ് പൊട്ടുകയോ ചതയുകയോ ഒടിഞ്ഞു പോവുകയോ ചെയ്യത്തില്ല. പക്ഷെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആദ്യത്തെ അടി കിട്ടുന്നത് ഇത് കൊണ്ടു കൊടുക്കുന്ന ആൾക്ക് തന്നെ ആയിരിക്കും. കാരണം ഹോംവർക്ക് എഴുതിയിട്ടായിരിക്കത്തില്ല ഒരു പക്ഷേ ചെല്ലുന്നത്. അപ്പോൾ അടി നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. വടി കൊണ്ട് കൊടുത്ത് നമ്മൾ അടി വാങ്ങിക്കും. എന്നാലും ഇയാളൊരു പ്രശസ്തനായ സാധനം തന്നെയാണ് ഈ കാപ്പി മരവും ഈ കാപ്പിക്കുരുവും. ഇതിൻ്റെ പ്രയോജനവും ഇതെല്ലാം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം.